ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാരങ്ങയല്ലേ, സിട്രസ് കുടുംബം എന്ന് പറയും. നാരങ്ങയുടെ കുടുംബത്തിൽ, നാരങ്ങ, ഓറഞ്ച് ഇതിൻ്റെയൊക്കെ കുടുംബത്തിൽ പെടുന്നതും എന്നാൽ അധികം പോപ്പുലർ അല്ലാത്ത, അധികം അറിയപ്പെടാത്തതുമായ ഒരു ഫ്രൂട്ടുമായിട്ടാണ് ഇത് എൻ്റെ മുന്നിൽ പോയിട്ട് ഇതിനെ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുക. വലിപ്പം കൊണ്ട് നമ്മുടെ ഓറഞ്ച് പിടിച്ചിട്ടുണ്ട്, ഓറഞ്ചിനേക്കാളും വലുതാണ്. എന്നാൽ മൊസാമ്പിയും ഇതേ കുടുംബത്തിൽ വരുന്നതാണ്. മൊസാമ്പിയുമായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇതിന് വലിപ്പം പിന്നെയും കൂടുതലാണ്. അപ്പോൾ അതാണ് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം, ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, വിയറ്റ്നാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ അധികമായിട്ട് കാണപ്പെടുന്ന ഈ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ മധുര നാരങ്ങ എന്ന പേരിലും അറിയപ്പെടും. മുമ്പ് ഇത് മധുര ഓറഞ്ച് എന്ന പേര് അറിയപ്പെടുന്നു, ഇപ്പം മധുര നാരങ്ങ എന്ന് അറിയപ്പെടുന്നുണ്ട്. ശരിക്കും ഈ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പിളി നാരങ്ങയല്ലേ, ബംബിളി മൂസ് എന്നൊക്കെ പറയില്ലേ, ഈ കമ്പിളി നാരങ്ങയും ഓറഞ്ചും ആക്സിഡൻ്റലായിട്ട് ക്രൂസ് ആയിട്ട് ഉണ്ടായതായിട്ട് കരുതപ്പെടുന്നു. മനുഷ്യൻ ചെയ്തതല്ല, ഇവർ എങ്ങനെയോ ആക്സിഡൻ്റലായിട്ട് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഫ്രൂട്ട് ഉണ്ടായി എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാവാം ഇതിന് വിലക്കപ്പെട്ട ഫ്രൂട്ട് അല്ലെങ്കിൽ വിലക്കപ്പെട്ട കനി എന്നൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ ജലാംശം ധാരാളമുണ്ട്. വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും എല്ലാ സിട്രസ് ഫ്രൂട്ട്സിലും വൈറ്റമിൻ സി ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ വൈറ്റമിൻ സി ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു മീഡിയം ഗ്രേപ്പ് ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തേക്ക് ഫുൾ ആവശ്യമായ വൈറ്റമിൻ സി ഇതിൽ നിന്ന് ലഭിക്കും എന്നാണ് പറയുന്നത്. വൈറ്റമിൻ സിയെക്കുറിച്ച് നമുക്കറിയാം, ശരീരത്തിന് ആവശ്യമായ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി നൽകാൻ വളരെ വേണ്ടൊരു വിറ്റാമിനാണ് വൈറ്റമിൻ സി. പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. പിന്നെ അമിതവണ്ണം, ശരീരഭാരം കുറയ്ക്കാനും ഈ ഗ്രേപ്പ് ഫ്രൂട്ട് വളരെ നല്ലതായിട്ട് കരുതപ്പെടുന്നു. ഇനി വൈറ്റമിൻ എ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വെറും 24-25 മാത്രമേ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുള്ളൂ. അതായത് ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നില്ല. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും നല്ലൊരു ഫ്രൂട്ടായിട്ട് ഇത് കരുതപ്പെടുന്നു. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് കഴിക്കുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ ഗ്രേപ്പ് ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ മരുന്നുകളെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന ചില എൻസൈമുകളെ ഇത് ബ്ലോക്ക് ചെയ്യുന്നത് കാരണം ആ മരുന്നുകളുടെ അളവ് രക്തത്തിൽ അമിതമായിട്ട് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന അറ്റോർവോസ്റ്റാറ്റിൻ, സിംവോസ്റ്റാറ്റിൻ, ലോവോസ്റ്റാറ്റിൻ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നവർ, അലർജിക്കുള്ള ഫെക്സോഫെനിഡിൻ പോലുള്ള ടാബ്ലറ്റ്സ് കഴിക്കുന്നവർ, പിന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന നിഫിഡിപ്പിൻ പോലുള്ള ടാബ്ലറ്റ് കഴിക്കുന്നവർ, ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈക്ലോസ്പോറിൻ പോലുള്ള ടാബ്ലറ്റ്സ് കഴിക്കുന്നവർ, ഇത്തരം മെഡിസിൻസ് ഉപയോഗിക്കുന്നവർ ഇത് അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗം വെള്ളയോ മഞ്ഞയോ ഓറഞ്ചോ ചുവപ്പോ പിങ്കോ ഒക്കെ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്, ലക്കിലി നല്ല ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൂടെ നോക്കാം. ഇത് നമ്മുടെ ഓറഞ്ചിലൊക്കെ കാണുന്ന പോലെ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തന്നെ കാണപ്പെടുന്നത്, പക്ഷേ അത് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാട്ടോ, അല്ലികളായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റില്ല. അതിൽ കട്ട് ചെയ്ത് നോക്കാം മൊത്തത്തിൽ. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പിളി നാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയും ശരിക്കും ഒരു മിക്സഡ് ടേസ്റ്റ് തന്നെ ഇതിനുള്ളൂ കേട്ടോ. അത്രയും മധുരമില്ല, അത്യാവശ്യം പുളിയുണ്ട്, എന്നാലും കമ്പിളി നാരങ്ങയുടെ കയ്പ്പ് ഇതിനില്ല. അപ്പം നമുക്കിതിനൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു നിറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് പിഴിഞ്ഞ് നോക്കാം നമുക്ക്. യെസ്, ശരിക്കും സത്യം കേട്ടോ, നിറച്ച് ജ്യൂസ് ഉണ്ട്. ഇത് എത്രയും പിഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ഞെക്കിയതുള്ളൂ കേട്ടോ, ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിരിക്കുക. എന്തായാലും ഇതൊരു ഡിഫറൻറ്റ് ഫ്രൂട്ട് തന്നെയാണ്. കിട്ടിയാൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് ഗ്രേപ്പ് ഫ്രൂട്ട്. എന്തായാലും ചെറിയൊരു വീഡിയോ ആണ്, കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.